ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മഹാബലേശ്വറിൽ നിന്ന് വിട്ടു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ മൻഗാവോൺ എന്നൊരു സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത്. മഡ്ഗാവോൺ അല്ല കേട്ടോ, മഡ്ഗാവോൺ വേറെ, മൻഗാവോൺ വേറെ. അപ്പോൾ മൻഗാവോൺ എന്ന സ്ഥലത്തോട്ടേക്കാണ് ഞാൻ പോകുന്നത്. മൻഗാവോണൊക്കെ ഉള്ളത് റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലാണ്. റായ്ഗഡ് എന്ന ഒരു ജില്ലയിലാണ് മഹഡ്, മൻഗാവോൺ, അതുപോലെ തന്നെ കുംബെ വാട്ടർഫോൾസ് ഒക്കെ ഉള്ളത് റായ്ഗഡ് എന്ന ഡിസ്ട്രിക്റ്റിലാണ്. സോ നമ്മൾ മഹഡ് ഒന്ന് ടച്ച് ചെയ്ത് മൻഗാവോണിലെത്തി. അവിടെ ഒന്ന് റൂം എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുംബെ വാട്ടർഫോൾസ്. കുംബെ വാട്ടർഫോൾസിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ഏകദേശം 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ പുറപ്പെട്ടു. പുലർച്ചെ തന്നെ എണീറ്റുണ്ടായിരുന്നു. പുറപ്പെട്ടത് ഒരു 7 മണിക്കാണ്. ഇതിലേറ്റവും ചായ ഒന്നും കുടിച്ചിട്ടില്ല. സാധാരണ റൈഡിന് പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ചായയും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കടിയും കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പുറപ്പെടുന്ന സമയത്ത് അങ്ങനെ ഷോപ്പൊന്നും ഓപ്പൺ അല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പ് കാണുമെന്ന് വിചാരിക്കാം. അമ്പോ, വ്യൂ നോക്കിയേ. ദേ അവിടെ ഒരു വാട്ടർഫോൾസ്. സോ ഇതാണ് മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടം. ഈ വെസ്റ്റേൺ ഘാട്ട്സ് നമ്മളെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. മാത്രമല്ല എത്ര കണ്ടാലും മതി വരില്ല. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്, ആയിരക്കണക്കിന് വാട്ടർഫോൾസ് ഉണ്ട് മഹാരാഷ്ട്ര ഈ ഒരു പശ്ചിമഘട്ടത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർഫോൾസിന് നിങ്ങളെ പേരിടാം. ഇതൊക്കെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളാണെന്ന് തോന്നുന്നു. ഒന്നും ഓപ്പൺ അല്ല. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, എന്നിട്ടെന്തേ? തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ചയാണല്ലോ. മഹാബലേശ്വറിൽ 2 ദിവസമായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, ശനിയും ഞായറും. മഹാബലേശ്വർ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അടിപൊളി സ്പോട്ടാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ. നമ്മൾ ഊട്ടിയൊക്കെ പോലെ തന്നെയുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ പശ്ചിമഘട്ടത്തിൽ. സോ നിങ്ങളാരെങ്കിലും മഹാരാഷ്ട്ര സഹ്യാദ്രി ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ എന്തായാലും ഈ മത്തേരാൻ, ഹരിഹർ ഫോർട്ടൊക്കെ കാണാൻ ഒരുപാട് മലയാളികൾ വരുന്നുണ്ടല്ലോ മഹാരാഷ്ട്രയിലോട്ടേക്ക്. അപ്പോൾ മഹാബലേശ്വരം മറക്കാതെ വിസിറ്റ് ചെയ്യുക. എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. എസ്പെഷ്യലി മൺസൂണിൽ വിസിറ്റ് ചെയ്യുക. ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നോൺ വെജും അതുപോലെ തന്നെ വെജൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു പച്ച വിരിച്ചതുപോലെ നോക്കിയേ, ഒരു വൈബ്രൻ്റ് പച്ച. അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഈ മരങ്ങളുടെ നിറയല്ല, അതിൻ്റെ ഇടയിൽ തന്നെ പച്ച, ഒരു ലൈറ്റ് പച്ച കളറ് പുല്ലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ? അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. भाई खाने के लिए क्या क्या है? बिस्किट വേണ്ട. ലെറ്റ്സ് ചെക്ക് ഇഫ് there are any other better options. അടിപൊളി സെറ്റപ്പാണല്ലേ, ചെന്ന് കണ്ടു നോക്കാം. ആദ്യം എന്തെങ്കിലും ചായ കുടിക്കാം. भाई वड़ा पाव मिल सकते हो? क्या क्या खाना के लिए? എന്തായാലും എന്തെങ്കിലും ചായയും കുക്കീസും കഴിക്കാം. मुझे हिंदी अच्छा नहीं मालूम. कहाँ जा रहे हो? मैं मनगावन. मैं मनगावन से जा रहे हो. मनगावन. हाँ. तो आइए आप, अभी किधर जा रहे हो? इधर घूमने के लिए.
जस्ट लुक। लुक के लिए? हाँ, वहाँ से आए? मैं केरला से आया। केरला से आए? केरला से आया, हाँ। तो इधर कुछ देखने का, ये इधर ये जो दिख रहा है सामने वो प्रतापगढ़ है, शिवाजी महाराज का। हाँ, वो प्रतापगढ़ फोर्ट। हाँ हाँ ये यहाँ से शिवाजी महाराज जाते हैं। शिवाजी महाराज मालूम है? हाँ, मालूम है। हाँ हाँ। तो यहाँ से ये रोड से जाते थे सीधा सीधा। उसका फोर्ट। तो आगे नहीं रोड, इधर यही रोड जाता क्या वो फोर्ट का नाम प्रतापगढ़ है? हाँ हाँ, पता है। रोड का नाम फोर्ट प्रतापगढ़। यहाँ से जाने पड़ेगा, यहाँ से ऊपर 16 किलोमीटर है। हाँ 16। हाँ, मैं जानता है। मैं अभी ये थोड़ा दिखना के लिए हाँ हाँ चलो। मंडी उधर साइड। हाँ चलो। ഞാൻ പോണ വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി അവിടെ നിന്ന് സൈഡാക്കിയിട്ട് ഇവിടെ ഇറങ്ങിയാണ് കേട്ടോ. കൊള്ളാം, നല്ല വ്യൂ. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പോവാം. അയ്യോ, ഷൂ മുഴുവൻ നനഞ്ഞു. ഓ, ഭയങ്കര സ്ലിപ്പായി. എൻ്റെ വലത്തെ കാല് വെള്ളത്തിലോട്ട് പോയി, ഫുള്ള് നനഞ്ഞു. വലത്തെ കാലിലെ ഷൂവിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കയറി. ഓ, നമ്മളങ്ങനെ മൺഗൗണിലെത്തിയിരിക്കുകയാണ്. മൺഗൗണിലുള്ള ഒരു ടൗൺ ഏരിയ ആണിത്. നമുക്ക് ആദ്യം ഒരു റൂം ഒന്ന് സെറ്റാക്കണം. ഒരു റൂം എടുത്തിട്ട് നമ്മളെ ലഗേജൊക്കെ ആ റൂമിൽ വെച്ചിട്ട് വേണം ഇവിടെ ഒന്ന് ഇറങ്ങാൻ. മെയിനായിട്ട് നമ്മുടെ കുംബെ വാട്ടർഫോൾസിലേക്ക്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും ചെയ്യണം. സോ നമുക്ക് റൂം നോക്കാം. അങ്ങനെ നമ്മൾ മൺഗൗണിലൊരു റൂം എടുത്തു. റൈഡിങ് ഗിയേഴ്സൊക്കെ ഊരി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായി ചെറിയ സ്നാക്സൊക്കെ അടിച്ചു. ഇപ്പോൾ നമ്മൾ നേരെ കുംബെ വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഈവൻ ട്രാഫിക് പോലീസ് വരെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് കണ്ടു. കുംബെ വാട്ടർഫോൾസിലേക്കുള്ള റൂട്ടാണിത്. കൊള്ളാം. നമ്മൾ റൈഡിങ് ഗിയറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ബൂട്ടും ഗ്ലൗവും പാൻസും ജാക്കറ്റും എല്ലാം അവിടെ വെച്ചിട്ടാണുള്ള. എല്ലാം നനഞ്ഞിട്ടാണുള്ള, പ്രത്യേകിച്ച് ബൂട്ട്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന സ്പോട്ടുകൾ കണ്ടു പോകാൻ ആഗ്രഹിച്ച് സേവ് ചെയ്ത് എന്നിട്ട് വൺസ് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് ഒരു എന്താ പറയുക, ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയൊരു ഫീലാണ്. ആടേറും കൊമ്പോ വെട്ടക്കായി പോകുന്നു ആ ഗുംനഗില്. ആ, എൻ്റെ ബാക്ക് സീറ്റിൽ ഇപ്പോൾ ഒരാൾ കയറിയിരിക്കുക. അയാൾ അങ്ങോട്ടേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്.
हाँ जी, ये डोंगर दिखता है ना, ये डोंगर, हाँ ये पहाड़ दिखता है ना, हाँ ऐसा टर्न मार के वो पहाड़ के है ना, हाँ ऊपर जाने का बाद में बोगदा आता है, हाँ। ये पहाड़ का नाम क्या है? कुंबे बोगदा। कुंबे बोगदा। इसका ऊपर जा ना सकता है? नहीं, वो पुनः बाद में उधर क्या है, रोड अभी चालू नहीं हुआ। बाइक पर नहीं, हाँ, वॉकिंग 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 भी नहीं हो सकता है, ऊपर नहीं जा सकते हैं? जा सकता है, हाँ बाइक भी जा सकता है। कुंबे गाँव है ना, कुंबे गाँव, हाँ उधर तक तू जा सकता है, हाँ। उसके आगे नहीं जा सकता है। ओ आराम से गाड़ी चलाओ, हाँ गाड़ी आराम से चलाओ, गाड़ी है ना, हाँ नहीं होता है। ആ വണ്ടിയും കൊണ്ട് മെല്ലെ പോകാനാണ് പറയുന്നത്. പുള്ളിക്കാരന് പേടിയായി ബാക്കിലിരുന്നിട്ട്. പേടിയാവുന്ന സ്വാഭാവികം, കാരണം എൻ്റെ വണ്ടിയിൽ ഞാൻ തന്നെ ബാക്കിലിരിക്കുന്ന സമയത്ത് എനിക്ക് പേടിയാവാറുണ്ട്. स्लो गाड़ी चलाओ, स्लो मोशन में ആവി ആവി गाड़ी स्लिप होता है। മതി, മെല്ലെ പോകാനാണ് പറയുന്നത്, സ്ലിപ്പാവുന്നു. നമ്മൾ ഇത്ര പെട്ടെന്ന് ഇത്രയും മുകളിലെത്തിയല്ലേ? ഞാനൊരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഇയാൾ കൈ കാണിച്ചു, എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുംബെ വാട്ടർഫോൾസ്. അപ്പോൾ തന്നെ കയറിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇയാളുടെ കൂടെ തന്നെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു. അവർ കാര്യം പറഞ്ഞു, ഇങ്ങനെ കുംബെ വാട്ടർഫോൾസ് പോകുന്ന വഴിക്ക് ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇയാൾ ഇറക്കി കൊടുത്താൽ മതി, ഇയാളെന്തായാലും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും, അവിടെ വരെയുള്ള കയറ്റിക്കോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറക്കി വിട്ടോന്ന് പറഞ്ഞു. ഒന്നാമത് ഈ ഏരിയ എന്നൊന്നും നമുക്കങ്ങനെ ആരും വിശ്വസിച്ച് കയറ്റിയും കൂടാ, നമ്മുടെ നാട് പോലെയല്ല. ഈ ഒരു ചുരം കയറുമ്പോഴേക്ക് തന്നെ വെതറൊക്കെ ആകെ മാറി, ചെറിയ രീതിയിൽ തണുപ്പടിക്കാൻ തുടങ്ങി. കാർമേഘം ചെറുതായിട്ട് കാർമേഘം കൊണ്ട് മൂടാൻ തുടങ്ങി. हाँ तो इतना गाँव छोड़ के इधर केरला से इधर आया, हाँ किसने बताया ये सब? हाँ जी, ये आपको किसने बताया ये पूरा हमारा गांव का डिटेल? मोबाइल में, हाँ, मोबाइल में, इंस्टाग्राम। हाँ हाँ। तो केरला से गाड़ी में क्या है? हाँ कुंबे वाटरफॉल्स ये यही इधर सीधा था, स्ट्रेट है, सीधा सीधा, स्ट्रेट है। हाँ। ओके थैंक यू. കുംബെ അല്ല അമ്മോ, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടാവും, ഷുവറാണ്. ഇന്ന് മൺഡേ ആണ്, വീക്ക് ഡേ ആണ്, എന്നാലും കുറേ ആൾക്കാരുണ്ടാവും. വാവ്. റോഡ് ടു ഹെവൻ. കുംബെ വാട്ടർഫോൾസിലേക്ക് പോകുമ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ടണലാണല്ലോ ഇത്. നൈസ്. അമ്പോ, ഞാൻ ഹൈ ബീം ഇട്ടിട്ടും ഒന്നും കാണുന്നില്ലല്ലോ. ശോകമാണ് കേട്ടോ ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റ്. ഒരു ഫോഗ് ലാമ്പ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ടണൽ കഴിഞ്ഞു, വെള്ളം വീഴുന്നു നോക്കി. ആ ഇതിലായിരിക്കും കേട്ടോ, ഇതിൽ
വണ്ടി എവിടെ വെക്കാം? എൻ്റെ അമ്മോ, സീന്. ഇതാണ് നമ്മുടെ കുംബൈ വാട്ടർഫോൾസിലെ ആ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സ്പോട്ട്, വ്യൂ പോയിൻറ്റ്. ഇവിടെ അലോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അലോഡൊന്നും അല്ല. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ക്ലോസ്ഡ് ആണ് ഈ ഒരു വഴിയൊക്കെ. അങ്ങനെ പബ്ലിക്കിന് പോവാൻ അലോഡായിട്ടുള്ള ഒരു റൂട്ടൊന്നും അല്ല. ഇത് സ്വന്തം റിസ്കിൽ അങ്ങ് പോവാറാണ് സാധാരണ ആൾക്കാരൊക്കെ. എൻ്റെ പിന്നാലെ 2 പേര് വരുന്നുണ്ട്. അവർ മുകളിൽ സ്റ്റക്കായിരുന്നു, ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞു പോകാം, നമുക്ക് ഒരുമിച്ച് പോവാം. അവർക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് അവർക്ക് ചെറിയൊരു കോൺഫിഡൻസ് തന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഓരോ സ്പോട്ടുകളും ഒന്നൊന്നായിട്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കുകയാണ്. Bro, say hi. Let's go. അമ്പോ, ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാണുന്നുണ്ടല്ലോ അല്ലേ എന്നെ?